നമുക്ക് ചായ ഉണ്ടാക്കിയാലോ? ചായ പലതരത്തിലുണ്ടാക്കാം കേട്ടോ. ഇഞ്ചി ചായ ഉണ്ടാക്കാം, ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ടാക്കാം. ഗ്രാമ്പൂവും പട്ടയും ഏലക്കയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്തിട്ട് മസാല ചായ ആയിട്ടുണ്ടാക്കാം. ഇന്നിപ്പോൾ കാണിക്കുന്നത് ഇഞ്ചി ചായയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 കപ്പ് ചായക്ക് വേണ്ട ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. 1 ഗ്ലാസ് വെള്ളം, ഏത് കപ്പിനാണോ നമ്മൾ ചായ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കപ്പിൽ ഒരു 1.25 കപ്പ് വെള്ളം ആദ്യം നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് അതിൽ ആഡ് ചെയ്യാം. അത് തിളച്ച് തുടങ്ങട്ടെ. അപ്പോൾ 1 കപ്പ് ചായയാണെങ്കിൽ ഞാൻ 1.5 സ്പൂൺ പൊടിയാണ് ഇടാറ്, ടീസ്പൂണിന്. ഇപ്പോൾ ഇത് 2 കപ്പായതുകൊണ്ട് 3 ടീസ്പൂൺ ചായപ്പൊടി ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ബോയിൽ ചെയ്യണം. അത് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ചായയുടെ എസൻസൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെ അത് ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് അതേ കപ്പ്, നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിന് 1 കപ്പ് പാല് ആഡ് ചെയ്യുക. പാൽ ആഡ് ചെയ്ത ശേഷം വീണ്ടും തിളയ്ക്കട്ടെ. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സാധാരണ എല്ലാവരും ഒരു ബോയിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് ചായ സെർവ് ചെയ്യുന്നത് കാണാം. അങ്ങനെ ചെയ്യാതെ ഒരു 2 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ പാലും ചായപ്പൊടിയുടെ എസൻസും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുകയും നല്ലൊരു ഫ്ലേവർ, ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ആവശ്യത്തിനുള്ള ഷുഗറും ആഡ് ചെയ്യുക, ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച്. ഇപ്പം ഞാൻ 1 കപ്പിന് 1 സ്പൂൺ എന്നുള്ള കണക്കിൽ 2 സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്, 2 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഫുള്ളായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കടയിലൊക്കെ കാണാറില്ലേ, അതുപോലെ നന്നായിട്ട് 2 ആറ്റണം. അങ്ങനെ ആറ്റി അരിച്ച് നമ്മുടെ സെർവിങ് കപ്പിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ഇഞ്ചി ചായ റെഡിയായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.